മഹാരാഷ്ട്ര ഒന്നുകൂടി നോക്കാം. 126, 134 വളരെ അടുത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന വിധത്തിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ. ഇന്ത്യ സഖ്യം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. ഇത് നിലനിർത്തി മുന്നോട്ട് പോയാൽ മുമ്പ് പറഞ്ഞതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആര് മഹാരാഷ്ട്ര ഭരിക്കും എന്നത് പ്രവചനാതീതമായി മാറിയേക്കാം. വളരെ പ്രധാനപ്പെട്ട ഹെലികോപ്റ്റർ വാടക ഒരുപാട് ഈ കമ്പനികൾക്ക് ഝാർഖണ്ഡിലും അതുപോലെ തന്നെ വെറും 10 സീറ്റിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവിടെയും കാര്യങ്ങൾ മറിയുകയാണ്. അവിടെ ആദേശ് 10 വേറെ കിടപ്പുണ്ട്. അതൊക്കെ എവിടേക്ക് പോകും എന്നുള്ളത് ഈ ഘട്ടത്തിൽ അത് പ്രവചിക്കുന്നതിലോ പറയുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. ലീഡ് നിലയാണ്, അത് മാറിമറിയാം. ആദ്യ ലീഡാണ് എന്നതുകൂടി ഓർക്കണം. അതുകൊണ്ട് ഇതിലൊക്കെ വലിയ മാറ്റങ്ങൾ വരികയും ചെയ്യാം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധാകേന്ദ്രമായ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് നമുക്ക് പോകാം. അതിൽ ചേലക്കരയിൽ LDF വ്യക്തമായി ലീഡ് ചെയ്യുന്നു. മറുഭാഗത്ത് BJP ഈ ഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നു നഗരസഭയിൽ പാലക്കാട്. പക്ഷേ അപ്പോഴും അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ആ ലീഡ് വന്നിട്ടില്ല എന്നത് ഒരു കാര്യം കാണേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇടതുമുന്നണി അവിടെ പ്രകടനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 895 വോട്ടുകളാണ് ഈ റൗണ്ടിൽ അടക്കം അധികമായി പിടിച്ചിട്ടുള്ളത്. അപ്പുറത്ത് 30,000 കടന്ന് നിൽക്കുകയാണ് പ്രിയങ്കയുടെ വയനാട്ടിലെ ലീഡ്. ഇതാണ് ഈ 3 മണ്ഡലങ്ങളുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ അതാണ് എന്ന് കൂടി പറയട്ടെ. 30,150 എങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. പുതിയ വിവരങ്ങൾ അതിൽ വരേണ്ടതുണ്ട്. 30,000-ൻ്റെ അടുത്ത ഡിജിറ്റ് എത്രയാണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ വയനാട്ടിൽ ഉറ്റുനോക്കുന്നത്. പാലക്കാട് ഈ പറഞ്ഞ പോലെ 2ാം റൗണ്ടിലേക്ക് പോകുമ്പോൾ 2ാം റൗണ്ടും നഗരസഭ തന്നെയാണ്. 2 മാത്രമല്ല 8ാം റൗണ്ട് വരെയും പാലക്കാട് നഗരസഭ തന്നെയാണ് വരിക. അത് കഴിഞ്ഞ് പിരായിരിയിലേക്കൊന്ന് കയറാനാണ് UDF കാത്തിരിക്കുന്നത്. ശക്തി കേന്ദ്രമാണ് അവിടെ. അതും വളരെ വളരെ ശ്രദ്ധേയമാണ്. പിരായിരിയിൽ 2021 ഷാഫി BJPക്കെതിരായി BJPയെ തോൽപ്പിക്കാൻ വോട്ട് എന്ന നിലയിൽ സമാഹരിച്ച വോട്ടുകൾ അതേ ശേഷിയോടെ ഇത്തവണ പിരായിരിയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമോ, അതോ നഗരസഭയിൽ സ്വാഭാവികമായി അവിടെ ഒരു ടിസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് റൗണ്ടിന്റെ കണക്ക് ചേലക്കരയിൽ ഔദ്യോഗികം LDF 6110, UDF 4220, NDA 2504, ഭൂരിപക്ഷം 1890. മെഷീൻ പ്രവചിച്ചത് വളരെ മുമ്പേ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും 1890 പ്ലസ് പോസ്റ്റൽ വോട്ട് 2592. അതാണ് അതിന്റെ കണക്കെന്ന് പറയുന്നത്. ഫസ്റ്റ് റൗണ്ടിന്റെ ഇപ്പോൾ ദേശമംഗലം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ദേശമംഗലം ഏതെങ്കിലും ബൂത്തുകളുടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നേരത്തെ നമ്മൾ വരവൂരിൽ അങ്ങനെ വന്നിരുന്നു. കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ചില ബൂത്തുകൾ കിട്ടിയിരുന്നു. എന്തെങ്കിലും ഉണ്ടോ സാലി? ശരത്ത്, അങ്ങനെ റൗണ്ട് തിരിച്ച് കണക്ക് പൂർണ്ണമായി വന്നിട്ടില്ല. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഔദ്യോഗിക കണക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൻ്റെ അത് നേരത്തെ നമ്മൾ നൽകിയതാണ് 1890. സെക്കൻഡ് റൗണ്ടിൻ്റെ കണക്ക് വന്നു തുടങ്ങിയിട്ടില്ല. മിഷൻ എണ്ണിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൗണ്ടിംഗ് അല്പസമയത്തിന് നൽകും. ഈ പറഞ്ഞ ദേശമംഗലം എന്ന് പറയുന്നത് നമ്മൾ പടക്കളം ചെയ്യാൻ പോയ അമ്പലത്തിൻ്റെ പരിസരത്ത് നമ്മൾ പടക്കളം ചെയ്ത ആ പ്രദേശമല്ലേ? തീർച്ചയായും അത് തന്നെ ദേശമംഗലം ക്ഷേത്രമുറ്റം അത് തന്നെ. LDF ശക്തി കേന്ദ്രമാണ്. പിന്നെ പ്രദീപിന്റെ ഒരു ജന്മനാട് എന്നൊരു മെറിറ്റൂടെ LDFനുള്ള സ്ഥലമാണത്. അതെ. ഏതായാലും ദേശമംഗലം എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കിയിരിക്കാം. വഴിയൊന്നും എനിക്ക് അറിയില്ല, പ്രേമാന്ന് പറഞ്ഞു ഓടിയവരൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ നല്ല നാട്ടുകാരാണ് കേട്ടോ. ഒരു കാര്യം പറയട്ടെ ഇതിനിടയ്ക്ക്, പാലക്കാട്ടെ UDF LDF തമ്മിലുള്ള വ്യത്യാസം 980 മാത്രം. വോട്ടെണ്ണം നിർത്തി വെച്ച് ചായ കുടിക്കാൻ പോയത് വിവരമൊന്നും വരുന്നില്ല. നമുക്കൊരു കണക്ക് കൊടുക്കാം. അതായത് പാലക്കാട് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അവിടെ LDF സ്ഥാനാർത്ഥി. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം വെറും 980 വോട്ട് മാത്രമാണ്. അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി ലെസ്ലി ഇങ്ങനെ ആംബുലൻസിന്റെ നിലവിളി ശബ്ദമിട്ട് പോകുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്ഡേറ്റ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓടി വരൂ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ പോലെയാണ്. ഏതായാലും നമ്മുടെ മുമ്പിൽ പ്രിയങ്ക അങ്ങനെ 30,000 കടന്നുള്ള ഒരു ലീഡൊക്കെ ആയിട്ട് അങ്ങനെ സ്മാർട്ടായിട്ട് നിൽക്കുന്നു. കൃഷ്ണകുമാർ 1016-ന്റെ ലീഡ് പാലക്കാട്ട് 1ാം റൗണ്ട് കഴിയുമ്പോൾ അങ്ങനെ നിൽക്കുന്നു. ചേലക്കര അങ്ങനെ 2500 കണക്കുണ്ടല്ലോ. LDFും UDFും തമ്മിലുള്ള വ്യത്യാസമാണ് 980 വോട്ടുകൾ മാത്രമാണ്. LDFും UDFും തമ്മിൽ വ്യത്യാസമുള്ളൂ. വളരെ കുറഞ്ഞു. അതായത് ഡോക്ടർ സരിൻ നല്ല രീതിയിൽ അവിടെ വോട്ട് പിടിച്ചിട്ടുണ്ടോ എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. മാത്രമല്ല നഗരസഭയുടെ കണക്കൂട്ടുന്ന ഒരു ഘട്ടത്തിലും UDF LDFനെ കാര്യമായി പരിഗണിച്ചിട്ടേ ഇല്ല. അവിടെ സരിൻ എന്ന സ്ഥാനാർത്ഥിയെ അവർ വളരെ അപ്രസക്തമായിട്ടാണ് കണക്കുകൂട്ടി കരുതി പോകുന്നത്. പറയാനുണ്ടോ? എന്താണ് കണക്കൂട്ടൽ തെറ്റുവോ? നോക്കാം, കുറച്ചുകൂടെ കഴിയട്ടെ. പക്ഷേ അപ്പോഴും എന്താണെന്ന് വെച്ചാൽ ശക്തമായ ത്രികോണ മത്സരമാണ്. 3 മുന്നണികൾക്കും അവരുടേതായ സ്വാധീന കേന്ദ്രങ്ങളുണ്ട്. ആ സ്വാധീന കേന്ദ്രങ്ങളിൽ ശക്തമായി
പെർഫോം ചെയ്താൽ മാത്രമേ പ്രതീക്ഷ. പക്ഷേ നഗരസഭയിൽ ബി ജെ പി ആ നിലയിലേക്ക് വന്നിട്ടില്ല എന്ന് ഇപ്പോൾ പറയേണ്ടി വരും. ഇപ്പോൾ എന്നത് ഇൻവെർട്ടർ കോമയാണ്. 2ാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 2 റൗണ്ടിന്റെ കണക്കെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷേ അവിടെ ഇടതുമുന്നണി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നഗരസഭയ്ക്കകത്ത് മാറ്റമുണ്ടാകും. അത് ഏറെക്കുറെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കൂടെ ചേർത്ത് വെച്ചു, പിരായിരിയിലും മാറ്റമുണ്ടാകും. അല്ല, അത് നഗരസഭയിൽ കാണുന്ന വ്യത്യാസം അവിടെ വരും. അതായത് ഇടതുമുന്നണിയുടെ വോട്ടുകൾ നഗരസഭയിൽ വർദ്ധിച്ചതനുസരിച്ച് പിരായിരിയിൽ ഏകപക്ഷീയമായി UDF ആ വോട്ടുകൾ പോകില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതിനനുസരിച്ച് ആ വോട്ടുകൾ അവിടെയും സമാഹരിക്കാൻ LDF കഴിഞ്ഞേക്കാം. LDF മികച്ച പ്രകടനം എന്നുള്ളതൊരു ഏത് നില വരെ പോകും, എവിടെ വരെ പോകും എന്നുള്ളത് ഇപ്പോൾ കണ്ണാടിയും മാത്തൂരും എണ്ണാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അവർക്ക് ഏത് രീതിയിൽ അവരുടെ ഹൈപ്പിലേക്ക് അവർക്ക് പോകാൻ പറ്റുമെന്നത്. ഈ 2 മണ്ഡലങ്ങളും അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഇപ്പോൾ 2 മണ്ഡലങ്ങൾ നോക്കിയാൽ മാത്തൂരും കണ്ണാടിയും നോക്കിയാൽ രണ്ടും LDF സ്വാധീന മേഖലകളാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ അവസാനത്തെ 2 തെരഞ്ഞെടുപ്പുകൾ മാത്രം നമ്മൾ എടുത്താൽ മതി. പക്ഷേ ആ സ്വാധീന കേന്ദ്രങ്ങളിലെ ലീഡ് എന്ന് പറയുന്നത് നാമമാത്രമായിരുന്നു. ലോക്സഭയിലാണെങ്കിൽ മാത്തൂർ 312 അത്രേ ഉള്ളൂ, കണ്ണാടിയിൽ 400. പക്ഷേ ഇത്തവണത്തെ ഇടതുമുന്നണിയുടെ പ്രതീക്ഷകളിൽ അതേയല്ല എന്ന് വന്നാൽ ആ ലീഡിലേക്ക് ആ പഞ്ചായത്തുകൾക്ക് മാറിയാൽ മാത്രമേ കഴിയൂ. പിരായിരിയിൽ UDF എത്രമാത്രം ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചും ഇരിക്കും നഗരസഭയിൽ. ഇതെല്ലാം കൂടെ കടന്നു വരുമ്പോഴേ ഇടതുമുന്നണിയുടെ മികച്ച പ്രകടനം എന്നതിലേക്ക് എത്താൻ കഴിയൂ. അതിലേക്ക് എത്രമാത്രം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് ഒരു ഭാഗം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 2021 3000-ൽ പരം വോട്ടിന് ഈ ശ്രീധരനെ ഷാഫി തോൽപ്പിച്ചതിൽ നിന്നും ഭിന്നമായി 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മെച്ചപ്പെട്ട ഒരു ലീഡിലേക്ക് നഗരസഭയ്ക്കകത്തും പിരായിരിയിലും ഒക്കെ തന്നെ UDF മാറിയിട്ടുണ്ട്. UDF അങ്ങനെ ഒരു 10,000 വോട്ടുകൾക്ക് ജയിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഒരു UDF മണ്ഡലം എന്ന നിലയിൽ നിലവിൽ കാണാവുന്ന ഒരു മണ്ഡലത്തിൽ എങ്ങനെ അവർക്ക് ഈ ശക്തമായ ത്രികോണ മത്സരത്തിൽ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് വോട്ട് നിലനിർത്താൻ. പക്ഷേ അവിടെയാണ് നഗരസഭയിലെ 1ാം റൗണ്ടിൽ LDF UDF തമ്മിലുള്ള അന്തരം വളരെ കുറവായി വരുന്നത്. യെസ്, അതും UDF എക്സ്പെക്ടേഷൻ, UDF കണക്കൂട്ടലിനപ്പുറത്താണ് ഇടതുമുന്നണി അവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. അനുസരിച്ച് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവിടെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് 2 റൗണ്ടിൽ എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അത് ബി ജെ പിയുടെ ലീഡ് കുറയ്ക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. 16 വോട്ടുകൾ മാത്രമാണ് ലീഡ്.